നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ പുതിയ തലമുറയെ വളരെ സമർത്ഥമായി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുവാൻ വേണ്ടി, ബ്രെയിൻ വാഷ് ചെയ്യുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു. കേരളത്തെ ഒരു വലിയ സെക്സ് ടൂറിസ്റ്റ് പ്രദേശമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറ് മാറേണ്ടതുണ്ട്. ആ തലച്ചോറ് മാറ്റുന്നതിന് വേണ്ടി തന്നെയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ വഴി നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞൊരു 10 വർഷക്കാലമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കേരളത്തിലെ പുതിയ തലമുറയെ സാംസ്കാരികമായി ചിന്തിക്കുന്ന ആളുകളെ വളർത്തുന്ന മാഗസിൻ ആയി അറിയപ്പെടുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഴിഞ്ഞ 10 കൊല്ലമായി സ്ഥിരമായി വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായി അറിയാൻ കഴിയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഏത് കോലത്തിലുള്ളൊരു സാമൂഹ്യ സംവിധാനത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾ വളരുവാൻ വേണ്ടിയുള്ള ഒരു കുടുംബ സംവിധാനത്തിന് വേണ്ടിയുള്ള ഒരു സാമൂഹ്യമായ ഏർപ്പാട് മാത്രമാകണം. ലൈംഗികത തുറന്ന് അനുഭവിക്കുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്ക് തുറന്ന് ലൈംഗികത അനുഭവിക്കുവാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാകുമ്പോൾ മാത്രമേ ലൈംഗിക സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയാൻ കഴിയൂ. ലൈംഗിക സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ മാനവികത നിലനിൽക്കൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് വളരെ അപകടകരമായൊരു ഭാവിയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തായ്ലൻഡിൻ്റെ ഉദാഹരണം എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ശക്തമായ നിയന്ത്രണങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. കുട്ടികളെ ആ രംഗത്ത് പഠിപ്പിക്കുവാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. ആ രംഗത്തുള്ള ബോധവൽക്കരണം ശക്തമായി നടക്കണം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മക്കൾ നാളെ തെരുവുകളിൽ ചുംബിക്കുന്ന കുട്ടികളായിത്തീരും. നമ്മുടെ മക്കൾ, ഞാൻ പറയുന്നത് അതിശയോക്തിപരമല്ല, എൻ്റെയും നിങ്ങളുടെയും മക്കൾ അങ്ങനെയായിത്തീരുന്ന ഭാവിയാണ് വരാനിരിക്കുന്നത്. തെരുവുകളിൽ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൈനാണ്, വലിയൊരു ഒരു ചിത്രമാണ്, ഒരു ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ആ ചൂണ്ടുപലകയെ നാം വളരെ ഗൗരവത്തിലെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ തലച്ചോറുകൾ ആ ആരാർത്ഥത്തിലേക്ക് പോകും. എന്തിനധികം മുസ്ലിം സംഘടനകളടക്കം, ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്, മുസ്ലിം യുവജന സംഘടനകളടക്കം അത്തരം സമരങ്ങളെല്ലാം ഒരു കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന നേതൃത്വമുള്ളതായിത്തീരുന്നു എന്നത് വളരെ അപകടകരമായ മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നമ്മുടെ ബോധമുണ്ടാകണം, നമ്മുടെ ബോധവൽക്കരണം ഉണ്ടാകണം. ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് വളരെ കാൽക്കുലേറ്റഡായി നടക്കുന്ന ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള പദ്ധതികളാണ് എന്ന് തിരിച്ചറിയണം.